ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് അര കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് ഗോതമ്പ് പൊടിയാണ്. 250 കപ്പിന് തന്നെയാണ് അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് ശർക്കരപ്പൊടിയാണ്. നിങ്ങൾ ഇതിലേക്ക് ശർക്കരയാ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 250 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഇത്രയും അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കട്ടകളൊന്നും കൂടാതെ നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിയിലുമല്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായിട്ടുമല്ല. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയേ. ഇനി ഇത് നമുക്ക് റെസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഒരുമിച്ച് സ്റ്റീൽ പ്ലേറ്റിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ആ കൂട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട, ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് പൊന്തി വരും. അതുകൊണ്ട് കൂട്ടി ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ഇതുപോലെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് ക്യാഷ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അങ്ങനെ ഇതിപ്പം ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതിൻ്റെ വലിയ ചൂടങ്ങ് ആറിയതിന് ശേഷം നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള കൂട്ടും നമുക്കിതുപോലെ ബൗളിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ആ കൂട്ട് ഇതുപോലെ ബൗളിലേക്ക് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ക്യാഷു ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.